ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ അടിമാലിയിൽ കിട്ടില്ല മന്തി കിട്ടുന്ന ഒരു സ്പോട്ട് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് അടിമാലി കടകൾ തന്നൊരു അടിപൊളി മന്തി കിട്ടുന്ന സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അടിമാലിയിൽ നിന്ന് കല്ലാറൂട്ടി പോകുന്ന വഴിക്ക് ആയതൊക്കെ മന്തി ഹട്ട് എന്ന് പറഞ്ഞൊരു പുതിയൊരു കുഴിമന്തി അൽഫാം അങ്ങനെ വെറൈറ്റി ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളിന്ന് മന്തി ഹട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ മന്തി ഉണ്ടെന്നും നമുക്കത് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ കഴിക്കാൻ വേണ്ടി കയറുവാണ്. ഈ കടയിലാണ് വന്നേക്കണേ. അങ്ങനെ ഉണ്ട്, നമുക്ക് പോയി കഴിച്ചിട്ട് നോക്കാം. ഓക്കെ, അവിടെ വന്നു ക്ലാസിക് മന്തി, ക്ലാസിക് അൽഫാം മന്തി, ഹണി ചില്ലി മന്തി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമതാണ് ക്ലാസിക് അൽഫാം മന്തി 890 ഉള്ളു. അതാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇത് ഇവിടുത്തെ കട നിങ്ങൾ ഉണ്ടോ? അടിപൊളി കടയാണ്. ആണോ? നല്ല സ്പേസും കാര്യങ്ങളുണ്ട്. പുതിയ ഷോപ്പാണ്. ആണോ? അപ്പോൾ NH ചേർന്ന് തന്നെ കേട്ടോ. മന്തി ഹഡ് അങ്ങനെയാണ് ഷോപ്പിൻ്റെ പേര്. ലാവിഷായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുന്നത്. ഈ സൈഡിലൊക്കെ നല്ല എന്നാ പറയുക, കാറ്റൊക്കെ കയറാൻ പാകത്തിനുള്ള സംഭവങ്ങളാണ്. ചില്ലൊന്നുമില്ല, ചെടികളൊക്കെ വെച്ച് നല്ല സെറ്റ് ചെയ്തേക്കാണ്. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്ന് കഴിക്കാം. അല്ല കുഞ്ഞി, എല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണ്. കുഞ്ഞിനെയൊക്കെ കൈയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് മന്തി കഴിക്കാൻ. അല്ല കുഞ്ഞിന്, കുഞ്ഞിൻ്റെ ഫേവറേറ്റാണോ മന്തി? ഞങ്ങൾ 4 പേരുണ്ട്. 4 പേർക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഫുൾ മന്തിയാണ് പറഞ്ഞിരിക്കുന്നത്. മന്തി വരും. നമ്മൾ കട്ട വെയിറ്റിങ്ങിലാണ്. ഇത് നമ്മുടെ മന്തി വന്നിട്ടോ. അതെ, നമ്മൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ മന്തി വന്നിട്ടുണ്ട്. അൽഫാം മന്തിയാണ്, നമ്മൾ ക്ലാസിക്കൽ മന്തിയാണ് പറഞ്ഞത്. ഹഡ്. ഇപ്പോൾ എങ്ങനെയുണ്ട് നമുക്ക് കഴിച്ചു നോക്കാം. സെർവ് ചെയ്തോ. അപ്പോൾ 4 പേർക്ക് ഇഷ്ടം പോലെ കഴിക്കാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ മന്തി ലാവിഷായിട്ട് ഓരോരുത്തർക്ക് വെക്കുകയാണ്. ഫുൾ മന്തി കേട്ടോ. 4 പീസുണ്ട്. ഒരു കോഴിയുടെ ഫുൾ പീസുണ്ട്. ഇതേ കുഞ്ഞുണ്ണി. ഹായ്, അടിപൊളി, കൊള്ളാം. കണ്ടിട്ട് നല്ല ലുക്കൊക്കെ ഉണ്ട്, അടിപൊളിയായിട്ട്. എല്ലാവർക്കും ഓരോ പീസ് എടുത്തൊക്കെയാണ്. സർവിങ് വെയിറ്റിംഗ് കുഞ്ഞിനെ കട്ട വെയിറ്റിംഗ്. ചിക്കനൊക്കെ നല്ല സെറ്റാണെന്ന് നമുക്ക് നോക്കാം അങ്ങനെ ഇടുന്നത്. റൈസ് വേണി വേറെ തരുമായിരിക്കും. നമ്മൾ ചോദിച്ചില്ല, തരുമായിരിക്കും. നമുക്ക് കഴിച്ചു നോക്കാം. അപ്പോൾ മയോണൈസ്, ഇനി ഇതേ ആ തക്കാളിയുടെ ഒരു സംഭവമാണ്. അതും കുറച്ച് സൈഡിലോട്ട് പോകട്ടെ. മന്തി കഴിക്കുമ്പോൾ അതിൻ്റേതായ രീതിക്ക് കഴിക്കണം, എന്നാലാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് ഉള്ളൂ. ഇനി ആ സർലാസ് പോരട്ടെ. ഓക്കെ മതി. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. മയോണൈസും ഇതെല്ലാം കൂടെ മയോണൈസ്, അതുപോലെ ചിക്കൻ ഇങ്ങനെ എന്നാ പറയുക, നല്ല സ്പൈസി ചിക്കനാണ്. ഉള്ളി എടുക്കാൻ പറ്റുന്നുണ്ടോ? സ്പൈസിയാണ്. ചിക്കനും ഇതും കൂടെ കൂട്ടി മിക്സ് ചെയ്യുക. മയോണൈസ് ഇടുക. അതിങ്ങനെ ആ ചിക്കൻ ഇതുണ്ടോ? അടുത്തേക്ക് കണ്ടോ? നല്ലതാണത്. നല്ല സ്പൈസി ചിക്കനാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ്റെ പീസൊക്കെ നല്ല സിമ്പിളായിട്ട് കണ്ടോ, പൊടിഞ്ഞ് വരും കണ്ടോ. അതിന് പുറത്ത് ഗ്രേവി ഇടുന്നുണ്ട്. ഗ്രേവി എടുത്ത് അടിപൊളിയാണ്. ഈ ഗ്രേവിയിൽ പുറത്തിട്ട് മസാല നല്ല ടേസ്റ്റാണ്, സൂപ്പറാണ്. റൈസ് തന്നെ കുറച്ച് കഴിയോ. അടിപൊളിയാണ്. സ്പോട്ട് എവിടെയാണ്? നമ്മുടെ ആര്യാക്കളാണ് മന്തി കട്ട്. അപ്പം കട്ട് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് കഴിക്കാം. അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്, സൂപ്പറാണ്. അങ്ങനെയുണ്ട്. കുഞ്ഞിനോട് ചോദിക്കാം അങ്ങനെയാണ്. ടേസ്റ്റ് ഉണ്ടോ? അടിപൊളി. കിച്ചുകൂട്ടനോട് ചോദിക്കാം. കിച്ചുകൂട്ടാ എങ്ങനെയുണ്ട്? കഴിച്ചോ? കഴിക്കാതെയാണോ പറഞ്ഞേ? ആണോ? അടിപൊളിയാണോ? ഒരു എങ്ങനെയുണ്ട് ഈ ചിക്കൻ? സ്മൂത്തായിട്ട് പോരുന്നുണ്ടോ? ഉണ്ട്. റൈസോ? ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അടുത്ത ആൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഹലോ, നല്ല എന്നാ പറഞ്ഞാൽ ചിക്കനൊക്കെ നല്ല സ്മൂത്തായിട്ട് പോരും കേട്ടോ, അല്ലേ? അങ്ങനെ ഉണ്ട്. അതിൽ കഴിച്ചിട്ട് പറയണേ. ടേസ്റ്റ് ഉണ്ടോ? വെറൈറ്റി ടേസ്റ്റ് അല്ലേ? നമ്മുടെ ശരിക്കും കുഴിമന്തി കഴിക്കാൻ മസാല അടിപൊളിയാണ്. ഓക്കെ, എല്ലാവരും നല്ല ആസ്വദിച്ച് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് വെറൈറ്റി ടേസ്റ്റ് കേട്ടോ. കുഞ്ഞിനെയൊക്കെ
2-3 ട്രിപ്പൊക്കെ മേടിച്ച് കഴിച്ചു. കിച്ചുകൂട്ടം മാത്രം പോളിങ് കുറവായിട്ടില്ല. അല്ല കിച്ചുകൂട്ടാം എന്തായാലും കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് 2ാമത് റൈസൊക്കെ തന്നു കേട്ടോ. 2ാമത് റൈസൊക്കെ തരും കേട്ടോ. വേണമെങ്കിൽ റൈസ് തരും. നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കിച്ചുകൂട്ടം ടേസ്റ്റ് കൊണ്ട് കുറച്ചായിട്ട് കഴിക്കണം എല്ലാവരും. എന്തായാലും നമ്മുടെ കൊടുക്കണ കാശിന് മൂല്യമുണ്ട്. കിച്ചുകൂട്ടൻ്റെ വലിയൊരു പീസ് കിട്ടി. ആ പീസ് തിന്നും അടുത്ത പുള്ളി. അതുപോലെ വലിയ പീസായിട്ടാണ് ഒരു വലിയ പീസാണ്. അപ്പോൾ കിച്ചുകൂട്ടം അടുത്തോണ്ട് ഇങ്ങോട്ട് കൊടുത്തു. എന്തായാലും കൊള്ളാം, നമ്മൾ കൊടുക്കണ കാശിന് മുതലാവും. ഇഷ്ടംപോലെ വയറും നിറയും മനസ്സും നിറയും. അടിപൊളി, സൂപ്പറല്ലേ. ഫ്ലൈറ്റും പറഞ്ഞു. നിമിഷ നേരം കൊണ്ട് മന്തി പ്ലേറ്റ് കാലിയായി. അതുപോലെ സൂപ്പറാണ് കിട്ടുന്നുണ്ട്, എല്ലാവരും കാലിയായി. എന്തായാലും കൊള്ളാം, അടിപൊളി. കുഞ്ഞിനെയൊക്കെ പിടുത്തം വിട്ടിട്ടുള്ള അംഗം തുടങ്ങാനുള്ളൂ. അല്ല കുഞ്ഞിനെ നമ്മളൊക്കെ അംഗം കഴിഞ്ഞു കേട്ടോ. മന്തി കഴിക്കാൻ വന്ന മന്തി ഹണ്ട് കട ഇതാണ് കേട്ടോ. NH-നോട് ചേർന്നാണ് 1000 ഏക്കർ NH-നോട് ചേർന്ന് തന്നെ റൂട്ടിലാണ്. നമ്മുടെ അടിമാലിയിൽ നിന്ന് ഇങ്ങോട്ട് കല്ലാറൂട്ടിക്ക് പോകുന്ന വഴിക്കാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ വരുമ്പോഴൊക്കെ കയറി കഴിക്കുക. കുഴിമന്തി പല മോഡലിലുള്ള കുഴിമന്തികളുണ്ട്. നമ്മൾ കഴിച്ചു.